ആരൊക്കെ നിങ്ങളുടെ അടിയുണ്ടായത്? ആരൊക്കെ തമ്മിൽ അടിയുണ്ടായത്? ജയിലർ അണ്ണനും ഓട്ടോ അണ്ണൻ. ഓട്ടോ അണ്ണനോ? ഓട്ടോ അണ്ണൻ പുതിയ അണ്ണനാണോ? ഇപ്പൊ പുതിയ എന്റെ ഗ്രൂപ്പിലെ പിള്ളേരെ വിളിക്കാൻ ദാശേട്ടൻ കീ ചെയ്യുന്നതാണ്. ദാശേട്ടൻ ശിവദാസിന്റെ പേരാ. ശിവ അണ്ണൻ, ദാശേട്ടൻ ഇങ്ങനെയൊക്കെ വിളിക്കണം. ദാശേട്ടൻ, ശിവ അണ്ണൻ, ഓട്ടോ അണ്ണൻ. അല്ല, ശിവ അണ്ണനും ദാശേട്ടൻ എന്നാലും ഒരാളാണ്. ഓട്ടോ അണ്ണൻ. ഓട്ടോ അണ്ണൻ പുള്ളിയുടെ കൈ, ഓട്ടോ അണ്ണൻ ജയിലറിന്റെ കൈ പിടിച്ച് തിരിച്ചു. ജയിലറിന്റെ കൈ പിടിച്ച് തിരിച്ചു. ജയിലറിനെ അഡ്മിറ്റ്. ഫോട്ടോ കാണിക്കോ? ഇനി കിട്ടാൻ പോകുന്നു. നോക്ക്. ഓ, വൺ ടൈം ഉള്ളതേ ഉള്ളൂ. ഇനി കിട്ടില്ല. കിട്ടും. ഇതാണ് വേറെ PR വർക്കാണ്. അത് ഇത് വീട് അത് മോഹൻലാൽ ആരുടെ അത്? വെല്ലുമ്മച്ചിയുടെ കൂടെയാണ്. ഏതോ വെല്ലുമ്മച്ചിയുടെ കൂടെ അല്ലേ? പോട്ടെ. എല്ലാ അമ്മമാർക്ക് വെല്ലുമ്മച്ചിമാർക്കും ലാലേട്ടർ ഭയങ്കര ഇഷ്ടമാണ്. വല്യമ്മമാർക്കോ? അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? മറ്റേ കാണിക്ക അടി കൊണ്ട് കിടക്കുന്നത്. ഇതാണ് പുള്ളി കാണിച്ച് അവിടെ വെച്ച് അനക്കാതെ വെച്ച്. അയ്യോ, കൈ അടിയുണ്ട്. ബുധനാഴ്ച സർജറിയാണ്. എന്നാ മാറ്റിയിട്ട് തിങ്കളാഴ്ചയോ? ബുധനാഴ്ച 6ാമത്തെ സർജറിയാണ്. ഇതിനു മുമ്പ് 5 എല്ലും ഓടിയാണ്. അടിച്ചാണോ ഓടിച്ചത്? എല്ലാവരും അടിച്ചോടിച്ചാണ്. മറ്റേത് ആക്സിഡന്റ് അതേ എല്ലാം തന്നെ വീണ്ടും ഓടിഞ്ഞു. വീണ്ടും പൊട്ടിപ്പോയി. പോലീസിൽ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട്. ആരെ അറസ്റ്റ് ചെയ്ത്? ഓട്ടോ അണ്ണനെ. രണ്ടുപേരും തമ്മിൽ കേസ് കൊടുത്തിരിക്കുക. ശിവാണ്ണൻ അല്ലെങ്കിൽ ശിവാണൻ, ദാശേട്ടൻ. ശിവാണ്ണൻ, ഓട്ടോ അണ്ണൻ. ശിവാണ്ണൻ, ദാശേട്ടൻ ഓട്ടോ അണ്ണനാണ്. ഒരാളാണ്. ഓട്ടോ അണ്ണനും ജയിലർ അണ്ണൻ. അയ്യപ്പനും കോച്ച് പോലെയായി ഇപ്പൊ. ഭയങ്കര ഈഗോ ക്ലാഷാണ്. ലീഗലാണ്. ലീഗലായി ഡീൽ ചെയ്യാം. ഇപ്പൊ ആറാട്ടർ പിള്ളേരും ഗ്രൂപ്പിലെ പിള്ളേരെ ആഘോഷിക്കുകയാണ്. കാരണം ജയിലർ അണ്ണൻ ഒരുപാട് പേരെ തെറി വിളിച്ചിട്ടുണ്ട് അമ്മയ്ക്കല്ല. അവർ പോയി അവിടെ പോയി ഓറഞ്ചിലെ വഞ്ചു കൊടുത്തു. ആറാട്ടർ ഫാൻസ് ഗ്രൂപ്പ് ആറാട്ടർ പിള്ളേരും മറ്റേ ലാലേട്ടർ പിള്ളേർ പോലെ ആപ്പിൾ വാങ്ങി കൊടുത്തു. അവനെ ആക്കാൻ വേണ്ടി. അവൻ ഈ അവസ്ഥയിലെത്തിയതാ. അമ്മാന്റെ എല്ലാം തള്ളക്ക് വിളിച്ചാണ്. ഇപ്പൊ ദാശേട്ടൻ കീ ചെയ്യുമെങ്കിൽ പറയണം. ദാശേട്ടൻ, ശിവാണ്ണൻ. എന്തായാലും അടുത്ത അയ്യപ്പനും കോച്ചിയായി. രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ട. രണ്ടുപേരും എനിക്ക് കാശ് തരാറുണ്ട്. ജയിലറിൽ 10,000 ശിവാണ്ണൻ 5,000. ഞാൻ നിർത്തിയല്ലോ. പരോപകാരം ചെയ്യണം. ബൈബിളിൽ പറഞ്ഞിട്ട് പരോപകാരം ചെയ്യണോ? ബൈബിളിൽ പറഞ്ഞിട്ട് പരോപകാരം ചെയ്യണം. അങ്ങനെ ചെയ്യണം. ഇനി ഇത് മതിയായി. ഇപ്പൊ ഫണ്ടില്ല. ഇനിയിപ്പോ ഞാൻ കാശ് വെക്കേണ്ടി വരും ആൾക്കാരോട്. ആരും തരില്ല. വാങ്ങിച്ചത് പോലും തരില്ല. ഈ ബൈബിളിൽ പറഞ്ഞിട്ട് എഴുതി വെച്ച പിന്നെ എത്തിയേ പറ്റും. ഒരു കൈ ചെയ്യുന്ന മറ്റേ അങ്ങനെയല്ലേ ഫോളോ ചെയ്താണ്. ബൈബിൾ പറഞ്ഞ ഫോളോ ചെയ്ത് ഈ ഹോസ്റ്റലിലെത്തിയ. അപ്പൊ ബൈബിള് തിരുത്തി ചെയ്തന്നോ? മതിയെന്നോ? ബൈബിൾ പറഞ്ഞനുസരിച്ച് ഞാൻ സാമ്പത്തിക ഞെരുക്കത്തിലെത്തിയെന്നോ? അപ്പൊ ഈ അടി കൊണ്ട ആള് ഇനിയിപ്പോ നന്നായിട്ട് തിരിച്ചു വരുമോ അതോ വീണ്ടും മോശക്കാരൻ? 5 ഓപ്പറേഷൻ കഴിഞ്ഞോ തിരിച്ചു വന്ന പാട്ടിയാണ്. 1 മാസം കൊണ്ട്. അത് ആക്സിഡന്റ്. ഇനിയിപ്പോ അവൻ നന്നാവോ അതോ മോശക്കാരനാവോ? അവനെ വനിതാ തിയേറ്ററിൽ ഗേറ്റിലാണ് പറയാം. ഇനി വനിത കയറത്തില്ല. വനിതാ തിയേറ്റർ ഇപ്പൊ അടിയുടെ സ്ഥലമാണ്. അത് തുടക്കം കുറച്ച് കയറാം. വെടിയൊന്നുമില്ല, അടിയായിരുന്നു. അടിയുടെ സ്ഥലമാണ്. ആരോ പറഞ്ഞപ്പോ അത് മെന്റൽ ഹോസ്പിറ്റലാണ്. ഇപ്പൊ മീഡിയക്കാരെ എല്ലാ ആഴ്ചയും ഓരോ ഭ്രാന്താശുപത്രി പോയിട്ട് ഓരോരുത്തരെ ഇറങ്ങും. ഓരോ അണ്ണന്മാര്. പുതിയ ഓരോ അണ്ണന്മാരുണ്ട്. കിം ബോയ്, ടൈഗർ അണ്ണൻ. പ്രശ്നങ്ങളും തിരിച്ചു വന്നു. വഞ്ചന ഗേറ്റിലാണ് പറഞ്ഞു. പെരേര തിരിച്ചു വന്നു. അണ്ണന്മാരുടെ യൂണിവേഴ്സിറ്റിയാണ്. അതിന്റെ അല്ല, അണ്ണന്മാരുടെ യൂണിവേഴ്സിറ്റി അല്ല. HOD ഞാനാണ്. ഞാൻ പറയുന്നത് കേൾക്കില്ല. ഞാനാ തുടക്കം കുറിച്ച. ഇന്നലെ ഒരു മീഡിയക്കാരൻ ഒന്ന് രക്ഷിക്കാൻ പോയത്. അവന്റെ പേരിൽ കേസിട്ടിരിക്കുകയാണ്. ഈ ജയിലർ അണ്ണൻ പോകുന്ന വഴി എല്ലാവരും തെരുവിളിയായിരുന്നു. കൂടൗട്ടായി പുള്ളി. പക്ഷെ നേഴ്സിനും തെരുവിളിച്ചു. എന്ത് ചെയ്യാന്നാ പുള്ളിയെ വീട്ടുകാർ വിളിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞു വരുന്നില്ല.
അയ്യോ വീട്ടുകാർ വന്നില്ലേ? രാത്രി അമ്മ വന്നു. ആ അതെന്താ കാര്യം? ആളൊരു പാവമാണ്, പക്ഷെ പുള്ളിയുടെ വർത്തമാനമാണ് മുഴുവൻ തെരുവിളിയാണ്. എല്ലാരും തെറി വിളിക്കുവോ? എല്ലാവരും അമ്മയ്ക്കാണ് വിളിക്കാം. അതല്ല ഈ ആറാട്ടൻ പിള്ളേരും ഗ്രൂപ്പിലെ എല്ലാ പിള്ളേരും ചാർജ് ആയിരിക്കുക, അവരെല്ലാം പടക്കം പിടിച്ച് ആഘോഷിക്കുകയാണ് ഇയാളുടെ ഇത്. ഞാൻ ആ ഗ്രൂപ്പിലില്ല, എനിക്ക് മതിയായി. ഞാൻ ആ ഗ്രൂപ്പിലില്ല, എന്നെ എപ്പോഴും എക്സിറ്റ് ചെയ്യും. കാരണം ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഗ്രൂപ്പിലില്ല. എനിക്ക് എത്ര കേസ് കണ്ടിരിക്കുന്നു. കേസ് പോലീസ് നമുക്ക് പ്രശ്നമല്ല, എല്ലാ പോലീസുകാർക്കും അറിയാം. എറണാകുളത്ത് എല്ലാ പോലീസുകാർക്കും അറിയാം, എല്ലായിടത്തും കേസ് പോയി. എല്ലാ പോലീസുകാർക്കും അറിയാം, കേരളത്തിലുള്ള മുഴുവൻ പോലീസുകാർക്ക് തന്നെ അറിയാം. പോലീസിനല്ല, മലയാളികൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാ മലയാളികൾക്കും അറിയാം. പോലീസുകാർക്ക് സകല കള്ളന്മാരെ അറിയാം, ആറാട്ടനെ അറിയാം, ഗുണ്ടകളെ അറിയാം, ചെയ്താനെ അറിയാം. അത്രേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ ആറാട്ടൻ ജലദോഷമാണ്, ജലദോഷം മാറാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. ജലദോഷം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും, ആരാധകർ. ഞാൻ മരുന്ന് തരാം, അത് മേടിച്ച് കഴിച്ചാൽ മതി. കാലിയുടെ പറഞ്ഞല്ലേ കൊറോണ നീനെ അടിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞില്ലേ. ആറാട്ടെണ്ണ മൂക്കി നിൽക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുക. വോട്ട് ചെയ്താലും മതി കേട്ടോ, വോട്ട് ചെയ്താൽ തുമ്മൽ മാറ്റുന്നതായിരിക്കും. വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ആറാട്ടെണ്ണൻ ഡാഷ്, സന്തോഷ് വർക്കി ഡാഷ്, ലാലേട്ടൻ ഫാൻസ് ഡാഷ്. എന്നെ അടിക്കാൻ വേണ്ടി നടക്കുകയാണ്. എന്തിന്? പുള്ളിയെ പറ്റി പലതും പറഞ്ഞില്ലേ, ഇപ്പൊ കാണിച്ചല്ലേ? അല്ല അതല്ല, എക്സ്ക്ലൂസീവായിട്ട് പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറയും, അതിനെന്താ തന്നെ അടിക്കുന്നത്? അല്ല ആരും പറയാത്ത കാര്യമില്ല, ഞാൻ പറഞ്ഞില്ല. പരസ്യമായ രഹസ്യം തുറന്നു പറഞ്ഞു. ഓ പരസ്യമായ രഹസ്യം തുറന്നു പറഞ്ഞു. ഓ രഹസ്യമായി പറഞ്ഞ കാര്യം അല്ലേ? പരസ്യമായ രഹസ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആണല്ലേ? ആരെ എല്ലാവരും മലയാളികൾക്ക് ലാലേട്ടൻ അറിയാവുന്ന എല്ലാവർക്കും. എന്നാലും ലാലേട്ടൻ ഒരു ടാറ്റു സൈൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കിയില്ല. അല്ല എൻ്റെ പേരിൽ പറയണ്ടില്ല നിങ്ങൾ. ഞാൻ വീഡിയോ കണ്ടു, അത് ഞാൻ പൊട്ടനാണെന്നോ അങ്ങനെ പറഞ്ഞു. വട്ടൻ വിളിച്ചോ, പൊട്ടൻ വിളിക്കരുത്. വട്ടും ഭ്രാന്തം വ്യത്യാസമുണ്ട്. വട്ടൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി കുടിപ്പേണ്ടാണ് പ്രശ്നമാണ്. വട്ടൻ വിളിക്കരുത്, വട്ടൻ വിളിച്ചോ ഒരു കുഴപ്പമില്ല. കാരണം എല്ലാ ബുദ്ധിജീവികളും വട്ടന്മാരാണ്. ഞാൻ ലിവിങ് ഇന്റലക്ച്വലാണ്. മൂഡിലാണല്ലോ അവൻ അടി കിട്ടിയതിന് സന്തോഷം. അവൻ എൻ്റെ കൂട്ടുകാരനാണ്. എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷമുള്ള പോലെ. അവൻ എൻ്റെ അമ്മയെ എൻ്റെ വീട്ടുകാരെ വിളിച്ചിട്ടില്ല. ഈ മോഹൻലാൽ ശത്രുസന്മാരെ പൂജ ചെയ്തതിനകത്ത് ഒരാള് ആറാട്ടനാണെന്ന് പറഞ്ഞ ആറാട്ടന് അല്ല ചെയ്താനായി. അല്ല ആറാട്ടൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ ആറാട്ടന് അവന് സാധ്യതയുണ്ട്. ഞാനും ഉണ്ടാവും, ചെയ്താനും ഉണ്ടാവും. ആരാന്ന് അറിയാത്തതിന്റെ അല്ലെ പിന്നെ മോഹൻലാൽ പറയണത് ആരാണ്. അതല്ല പുള്ളിക്ക് വിശ്വാസമായിട്ട് ചെയ്യുന്നുണ്ട്. മറ്റുള്ള ആൾക്കാർ പുള്ളിയായിട്ട് അടുപ്പുള്ള ആൾക്കാർ പറയുന്നത് ചെയ്യുന്നതാണ്. അതാ പുള്ളി വിശ്വാസം കൊണ്ട് ചെയ്യുന്നതാണ്. മോഹൻലാലിന്റെ കൂടെ നടക്കുന്നവരൊക്കെ സൂക്ഷിക്കണം. കാരണം മോഹൻലാൽ ശത്രുസന്മാരെ പോലെ പൂജ ചെയ്യുന്നത് അയാൾക്ക് അറിയത്തുള്ളൂ ആരാ ശത്രു. അല്ല ഞാനറിയാം മോഹൻലാൽ പണ്ട് പള്ളിയിലും മോഹൻലാൽ പണ്ട് അമ്പലത്തും പോകുന്ന ആളായിരുന്നില്ല. ഇത് ഈ കൂടുതൽ ആൾക്കാർ പറയുമ്പോൾ അവരോട് പറയാൻ പറ്റുന്നതുകൊണ്ട് ചെയ്യുന്നതാണ്. നമ്മള് പറഞ്ഞ പോലെ കോടലെടുത്ത് കാണാൻ പറഞ്ഞാൽ ചാടുവോ? പുള്ളി എല്ലാം ചെയ്യും. കൂട്ടുകാർക്കായിട്ട് എന്തും ചെയ്യും. ഒരു പ്ലേറ്റ് തീട്ടം കൊണ്ടുവച്ചാൽ തിന്നും. അതെനിക്കറിയില്ല. മൂത്രം കുടിക്കുമെന്ന് പറഞ്ഞായിട്ട് കൊല്ലം തുളസി അതും കൂട്ടുകാർ പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. അല്ല പുള്ളിയുടെ കൂട്ടുകാരൻ മുഴുവൻ പുള്ളിയുടെ കൂട്ടുകാരി സെറ്റാണ് മമ്മൂട്ടി പറഞ്ഞത്. ലാലേട്ടൻ്റെ കൂട്ടുകാരി ശരിയല്ല. ഓക്കെ ബൈ ബൈ.